ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി സാമ്പാറുമാണേ. സാമ്പാറും ഇഡ്ഡലിയും കൂടെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ. ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര താല്പര്യമില്ല കേട്ടോ. ഇഡ്ഡലിയുടെ ഒപ്പം സാമ്പാർ തന്നെ വേണേ. അപ്പൊ ആദ്യമേ സാമ്പാർ ഉണ്ടാക്കി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പൊ ഇഡ്ഡലി ആയപ്പോഴേക്കും ചായയും വെച്ചു. അപ്പൊ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് ഇന്ന് തക്കുടുവിന് ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. ഇഡ്ഡലി തന്നെയാണ്. ദോശ ഉണ്ടാക്കിയാലും അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ, ചപ്പാത്തി ഉണ്ടാക്കിയാൽ, അവനങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാറ്. അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ ചോറ് കൊണ്ടുപോകാറുള്ളൂ. അപ്പൊ ഇഡ്ഡലിയൊക്കെ അവന് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ സ്കൂളിലേക്കും. അപ്പൊ അതാ കഴിക്കാനുള്ളത് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അതാ സ്കൂളിലേക്കുള്ളതും ലഞ്ച് ബോക്സിലേക്കും എടുത്ത് അതും അങ്ങ് സെറ്റാക്കി മാറ്റി വെച്ചേ. പിന്നെ ബാക്കി അപ്പൊ ഇഡ്ഡലി കൈയോടെ അപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ചുട്ടതെല്ലാം തന്നെ അങ്ങ് മാറ്റി വെച്ചിട്ടോ, പാത്രത്തിലേക്കാക്കി അങ്ങ് മാറ്റി വെച്ചിട്ടോ. അപ്പൊ ആ പരിപാടി അതങ്ങ് കഴിയുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചു. പിന്നെ ചായയൊക്കെ നൂറ്റി. അപ്പൊ അവനും ചായ കൊടുക്കണം. അപ്പൊ ചേട്ടായി അവിടെ നിന്ന് പത്രം നോക്കുന്നുണ്ട്. അപ്പൊ ചേട്ടായിക്കും ചായയൊക്കെ കൊടുത്തു. പിന്നെ ആ ഒരു ഗ്യാപ്പിൽ എനിക്കും ചായ കുടിക്കാം. അങ്ങനെ ഇപ്പൊ ഏകദേശം രാവിലത്തെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞല്ലോ. ഈ ഒരു സമയത്താണല്ലോ നമ്മുടെ ചായ കുടിയും പരിപാടിയൊക്കെ നടക്കുന്നത്. പിന്നെ അവനവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ലഞ്ച് കാര്യങ്ങളൊക്കെ ലഞ്ച് ടവലിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് ബാഗിലേക്കാക്കി അതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് അവനോട് ഞാൻ സമയം ആയി വേഗം കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലോക്കിലേക്ക് നോക്കിയിട്ട്. കാരണം കറക്റ്റ് സമയം വണ്ടി വരുന്നതിന് 2 മിനിറ്റ് മുന്നേ ഒക്കെ കേട്ടോ ഇറങ്ങത്തുള്ളൂ. എത്ര തല്ലി പഠിച്ചാലും ഇറങ്ങത്തില്ല കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെതാ സമയമായപ്പോഴേക്കും പുള്ളി പോയി കേട്ടോ. അങ്ങനെ വണ്ടി വന്ന് പോയി കേട്ടോ. പിന്നെതാ ഞാൻ ഈ ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് മാറ്റൊക്കെ എടുത്തിട്ടു. രാത്രിയാകുമ്പോൾ ഞാൻ ഈ മാറ്റൊക്കെ എടുത്ത് അകത്തിടുവേ. എന്നിട്ട് രാവിലെയാണ് അതെടുത്ത് പുറത്തേക്ക് ഇടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പം ചേട്ടായിക്ക് പോവാറായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ചേട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ തന്നെ ഞാൻ പിന്നെ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ അങ്ങ് ലൂക്ക് ചെയ്യും. പിന്നെ നമ്മൾ നമ്മുടെ അങ്കത്തട്ടിലോട്ട് കയറുമല്ലോ. അപ്പൊ അത് കാരണം വേറെ ആരും ഇല്ലാത്ത കാരണം ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് പിന്നെ നേരെ നമ്മൾ കിച്ചണിലേക്ക് വരുവാണല്ലോ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട്. പിന്നെ പാത്രമൊക്കെ കഴുകി. അപ്പൊ ഞാൻ ഈ വലിയ പാത്രങ്ങളൊക്കെ, കുക്കർ അതുപോലത്തെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞാൽ പുറത്ത് ഇതുപോലെ വെച്ചിട്ട് വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ അകത്ത് കൊണ്ട് കബോർഡിലൊക്കെ വെക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ആ കിണറിന്റെ അവിടെ ഇങ്ങനെ നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ വെള്ളം പോയി കഴിയുമ്പോൾ ഞാൻ അവിടെ വെക്കും. അവിടെ നല്ല വെയിലുണ്ട്. അപ്പൊ പെട്ടെന്ന് ഉണങ്ങി കിട്ടുവേ. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചതൊന്ന് ഉണങ്ങാൻ വെച്ചതാണ് കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പൊ നമുക്കത് എടുത്തു വെക്കാം. പാത്രമൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും. കബോർഡൊന്നും അഴുക്കാവത്തില്ല. പിന്നെ കുറച്ച് വാഷ് ചെയ്ത തുണി എല്ലാം ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ച് ടെറസിലേക്ക് വന്നാണേ. അപ്പം എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.